ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ ക്രൈസിസിലൂടെ ഇങ്ങനെ കടന്നുപോയി. ക്രൈസിസ് എന്താണെന്ന് പറയുന്നില്ല, പെട്ടെന്നൊരു ഇരുട്ടിലേക്ക് പോകുന്നൊരു അനുഭവം ഉണ്ടായി. എൻ്റെ മുമ്പിൽ ഈശോ ഉത്തരം തരുന്നില്ല, ഞാൻ ചോദിക്കുന്നതിന് എനിക്കൊരു മറുപടി കിട്ടുന്നില്ല. വല്ലാത്തൊരു ശൂന്യത, വല്ലാത്തൊരു ഇരുട്ടിലൂടെ. ഞാനൊരു ഒത്തിരി പേഴ്സണലായ കാര്യങ്ങൾ സംസാരിക്കാറില്ല, പക്ഷേ ഇപ്പം അച്ഛനിത് പറയുമ്പോൾ എൻ്റെ മാത്രം പ്രശ്നമല്ല, നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഈശോയുടെ മുമ്പിൽ ഉത്തരം കിട്ടാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, കൺമുമ്പിൽ ഒരു ഇരുട്ട് വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് പിടികിട്ടാത്ത, ഒരർത്ഥം പിടികിട്ടാത്ത ഒരു എംപ്റ്റിനെസ്, ഒരു ശൂന്യത നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. സൊല്യൂഷൻ തപ്പി എന്നാ ചെയ്യണ്ടേ? അച്ഛന്മാരോട് സംസാരിക്കാം, നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കാം, എന്തോരം സൊല്യൂഷൻസ് നമ്മുടെ മുമ്പിലുള്ള, പക്ഷേ ഒന്നും നമ്മളെ തൃപ്തിപ്പെടുത്താത്ത ചില സമയങ്ങളുണ്ടാവും, ഒന്നിനും നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ചില സമയം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിലൊക്കെ വരുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ ആൾക്കാരെ കാണുമ്പോഴത്തേനും അവർ പറയുന്ന ചില സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട്. അവർ ആശ്വാസത്തിന് വേണ്ടി നമ്മളെല്ലാവരും ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ചിലർ യാത്ര പോകുന്നു, ചിലർ കൂട്ടുകാരോട് സംസാരിക്കുന്നു, ചിലർ പാട്ട് കേൾക്കുന്നു, ചിലർ കുറേ സമയം ഒറ്റയ്ക്കിരിക്കുന്നു. നമുക്ക് ഒന്നും ഒരു ആശ്വാസം തരുന്നില്ല. ഇത് കഴിയുമ്പോൾ പിന്നെ ഒരു എംപ്റ്റിനെസ് ആണ്, പിന്നെ ഒരു ശൂന്യതയാണ്. വഴി ഒരൊറ്റ ഒന്നേ ഉള്ളൂ. അതെനിക്ക് തോന്നി. എൻ്റെ മുമ്പിൽ ഒരു വെളിച്ചം കിട്ടിയത്, വെളിച്ചം എന്ന് വെച്ചാൽ വലിയ വെട്ടമല്ല, ഒരു കുഞ്ഞു വെട്ടം കിട്ടി, ഒരു സ്റ്റാർട്ടിങ് കിട്ടി. ഈ ഇരുട്ടത്തു നിന്ന് എഴുന്നേറ്റ് വരാൻ വേണ്ടി ഒരു കുഞ്ഞു വെട്ടം കിട്ടിയ ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ പോവാണ്. ഇപ്പം ഞാൻ ധ്യാനകേന്ദ്രത്തിൽ നിൽക്കുന്നു, ആരാധനയ്ക്കൊക്കെ ഇരിക്കാൻ ചാപ്പലൊക്കെ എപ്പോഴും ഓപ്പണാണ്, ദിവികാരുണ്യ സന്നിധി എപ്പോഴും ഓപ്പണാണ്. എപ്പം വേണേലും ഒരു അച്ഛന നിലയിൽ എനിക്ക് എപ്പം വേണേലും പോയി സക്രാരി തുറന്ന് ഈശോയുടെ അടുത്ത് പോയിരിക്കാം. ഇപ്പം നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്ന ഒത്തിരി പേർക്കും, വലിയൊരു ശതമാനത്തിനും അങ്ങനെ ഒരു സാധ്യതയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇടവപ്പള്ളി അടുത്തുണ്ടാവില്ല, നിങ്ങൾക്ക് അടുത്തൊരു ആരാധന ചാപ്പൽ ഉണ്ടാവില്ല, ഈശോയുടെ സാന്നിധ്യം അത്ര പേഴ്സണലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റുകൾ ഉണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയൊക്കെ വന്നാലും നമ്മളെല്ലാവരും ക്രൈസിസുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്, ശൂന്യത, എംപ്റ്റിനെസ് ഒക്കെ നമുക്ക് വരാറുണ്ട്. ചെയ്യുന്നത് എന്താണെന്ന് പിടികിട്ടുന്നില്ല, ചെയ്യുന്നതിന് ഒരു റിസൾട്ട് കാണുന്നില്ല, ഇതെങ്ങോട്ടാണ് ഈ പോകുന്നതെന്നൊന്നും പിടികിട്ടുന്നില്ല. മനുഷ്യരോട് ചോദിച്ചാൽ അവരുടെ ഈ സൊല്യൂഷൻ ഇല്ല. എല്ലാവർക്കും പറയാനുള്ള ഒറ്റ സാരമില്ല, ഇത് നമുക്കെല്ലാം പിടിച്ച് കയറാൻ പറ്റും, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, ഇത് എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേര് ഇല്ലെങ്കിലും നമുക്ക് ശ്വാസം നേരെ നിർത്തി തരുന്ന, നമ്മളെ നേരെ നിർത്തുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്, ഈശോ. ആ ഈശോയുടെ സാന്നിധ്യം അറിയുന്നിടത്ത് നിങ്ങൾ പോയിരിക്കണം. ഇങ്ങനെ ഒരു വലിയ ക്രൈസിസ് കൂടെയാണ് ഇപ്പം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോകുന്നെങ്കിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തെ സിറ്റുവേഷൻ എനിക്കറിയില്ല, പക്ഷേ ഫൈൻഡ് ഔട്ട് ആൻഡ് നിയറസ്റ്റ് ചാപ്പൽ, നിങ്ങളുടെ അടുത്തൊരു ചാപ്പൽ നിങ്ങൾ പോകണം. ദിവികാരൻ എഴുന്നേൽച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഇല്ലെങ്കിലും ആ ദേവാലയത്തിൽ നിന്ന് കയറിയിരിക്കണം. ഒന്നും ചെയ്യരുതെന്ന് വെച്ചാൽ ഐ മീൻ ഇറ്റ്, പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത്. ചില തെറ്റിദ്ധരിക്കല്ലേ, പള്ളി കയറി എന്നാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കല്ലേ വേണ്ടെന്ന്. ചില സമയത്ത് പള്ളി കയറി നിന്ന് പ്രാർത്ഥിക്കാതിരിക്കുന്നതും വലിയൊരു കൃപയായിരിക്കും. അവിടെ പോയിരുന്ന് അപ്പൻ്റെ അടുത്തിരിക്കുക, ഈശോയുടെ അടുത്തിരിക്കുക. നിനക്ക് ആവശ്യമുള്ള എന്താണെന്നും നിൻ്റെ ഈ ശൂന്യത നികത്താനും പറ്റുന്ന ഒരേ ഒരാൾ ഈശോ മാത്രമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു, നമ്മൾ സിനിമ കാണാൻ പോകുന്നു, നമ്മൾ പാട്ട് കേൾക്കാൻ പോകുന്നു, എല്ലാം നമ്മളെ ആശ്വസിപ്പിക്കുന്നു കുറച്ച് നേരത്തേക്ക്. പക്ഷേ ഉത്തരം ആരുടെയിലേ ഉള്ളൂ, സൊല്യൂഷൻ ഈശോയുടെ കൈ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ ടെമ്പററിലി കുറച്ച് നേരം ഒന്ന് നേരെ നിർത്തും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ താഴേക്ക് പോവാണ്. ഈ മരുന്നൊക്കെ തരുമ്പോൾ, ഈ സ്റ്റീറോയിഡ്സ് ഒക്കെ തരുന്ന ഒരു പവർ ഉണ്ടല്ലോ, ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് തരുന്നൊരു പവറുണ്ട്, കയറ്റി നിർത്തും, പിന്നെയും താഴെ പോകും. ഇതുപോലെയാണ് ബാക്കിയുള്ള പുറത്തുള്ള കാര്യങ്ങളൊക്കെ. ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദം ട്രിഗർ ചെയ്ത് കിട്ടണമെങ്കിൽ ഈ ആനന്ദത്തിൻ്റെ സോഴ്സായി ഈശോയുടെ അടുത്ത് തന്നെ പോയിരിക്കുക. അവിടെ നിന്നൊരു കുഞ്ഞു വെട്ടം കിട്ടും. പെട്ടെന്ന് ഈശോ ഇറങ്ങി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അത്ര പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരില്ല. നിങ്ങൾ തുറക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ ഒരു വചനം ആയിരിക്കില്ല ബൈബിളിൽ നിന്ന് കിട്ടുന്നത്. ബട്ട് ഐ ടെൽ യു, ചുമ്മാ അവിടെ പോയിരിക്കും. നീ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അരമണിക്കൂർ, ഈ ഹാവ് ടൈം, നിങ്ങൾ ആകുലപ്പെട്ടത് എന്തോരം മണിക്കൂറുകളാണ്. നിങ്ങളൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി എന്തോരം സമയം കളഞ്ഞു. ആശ്വാസത്തിൻ്റെ ഉറവിടമായി ഈശോയുടെ അടുത്ത് പോയി ഇരിക്കുക. 5 10 1 മണിക്കൂറോ ഇരിക്കുക. നിനക്ക് ഉത്തരം കിട്ടാതെ നീ അവിടെ നിന്ന് എഴുന്നേറ്റ് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. എനിക്കൊരു ഉത്തരം കിട്ടിയെന്ന് വെച്ചാൽ വലിയ ഉത്തരമല്ല, ഐ ഗോട്ട് എ ലിറ്റിൽ സ്പാർക്ക്, ഒരു ചെറിയ തരി വെട്ടം കിട്ടി. ആ തരി വെട്ടം മതിയായിരുന്നു. ആ തരി വെട്ടത്തിൽ എനിക്ക് കിട്ടിയ ബോധ്യം, ഈശോ എന്നെ കാണുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് സംസാരിക്കുമ്പോഴും ഉറച്ച ബോധ്യത്തോടെ പറയാണ്, നിന്നെയും ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, നിന്നെയും ഈശോ കാണുന്നുണ്ട്. ചെറിയ വെട്ടം അവൻ തരും, വലിയ വെട്ടം അവൻ തരുന്നുണ്ടാവില്ല, കുഞ്ഞു വെട്ടം അവൻ തരും. അതൊരു വചനത്തിലൂടെ ആയിരിക്കാം, ദിവികാരുണ്യ സന്നിധിയിൽ ഇരിക്കുന്ന 5 മിനിറ്റിലായിരിക്കാം, നീ ചുമ്മാ നടന്നു പോകുമ്പോഴായിരിക്കും. ഈശോയുടെ അടുത്തിരുന്നതിൻ്റെ പേരിൽ നീ അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവൻ നിനക്കൊരു വെട്ടം തരും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കണം. ഉണർന്ന് പ്രശോഭിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, ആളുകൾ നിന്നെ സ്നേഹിച്ചതുകൊണ്ടോ അവർ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല. ആ വചനം ഇങ്ങനെ പറയാ, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ പ്രകാശിച്ചിരിക്കുന്നു. ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് ഷൈനിങ് ഓൺ യു. നിന്റെ ഇരുട്ട് നിറഞ്ഞ മുഖത്ത്, നിന്റെ ഇരുട്ട് നിറഞ്ഞ വീട്, നിന്റെ ഇരുണ്ട് നിറഞ്ഞ ആ ജീവിത സാഹചര്യത്തെ പ്രകാശിപ്പിക്കാൻ ലോകത്തിൽ ഒന്നിനും പറ്റില്ല, ഈശോയ്ക്ക് മാത്രം. യേശയ്യാ 60:1 ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ആ ഇരുട്ടിലേക്ക് ഏറ്റെടുക്കണം. ഉണർന്ന് പ്രശോഭിക്കുക. ഒറ്റ കാരണം കൊണ്ട്,
നിന്റെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുന്നു. ലോകം തരുന്ന ഒരു വെട്ടമോ വെളിച്ചമോ പ്രകാശമോ അല്ല, നിത്യനായ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നീ എഴുന്നേൽക്കുക തന്നെ ചെയ്യും. നീ ഇരുട്ടത്തു നിന്ന് കയറി വരും. സമയമുണ്ടെങ്കിൽ, സമയമുണ്ട് തീർച്ചയായിട്ടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം ഇന്നൊന്ന് വായിക്കണം കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ 11-20 വാക്യങ്ങളൊക്കെ നന്നായിട്ടൊന്നിരുന്ന് വായിച്ച് ഈശോ നിന്നോട് സംസാരിക്കുന്നത് മനസ്സിലാക്കും. ഏറ്റവും ചെറുതായ നിന്നെ, മാറ്റി നിർത്തപ്പെട്ട നിന്നെ കർത്താവ് എടുത്തുയർത്തുന്നതിനെ കുറിച്ചുള്ള വലിയ ബോധ്യം തന്നെയാണ്. നിനക്കൊരു തിരിച്ചുവരവ് കർത്താവ് ഒരുക്കി തരുന്നു. നിന്റെ മുമ്പിൽ വഴി കർത്താവ് വെട്ടി തെളിച്ചു തരുന്നത് നീ അനുഭവിച്ചറിയും. അടുത്തുള്ളൊരു ചാപ്പലിലേക്ക് പോയിരുന്നേക്കണം. ഇന്നിപ്പോൾ ഈ സങ്കടം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ ഒരു സങ്കടത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കോ കുടുംബമായിട്ടോ കൂട്ടായ്മയായിട്ടോ ഗോ ടു യുവർ ചാപ്പൽ, അടുത്തുള്ളൊരു ദേവാലയത്തിൽ പോയിരിക്കുക. അവിടെ ഇരിക്കുക. ഒന്നും പ്രാർത്ഥിക്കേണ്ട, ചുമ്മാ ഈശോയുടെ അടുത്തിരിക്കുക. നിന്റെ മേലൊരു പ്രകാശം ഉദിക്കും. ആ പ്രകാശത്തിൽ അടുത്ത സ്റ്റെപ്പ് വെക്കാനുള്ള വെട്ടവും കൂടി ഈശോ തരും. അടുത്ത കാലെടുത്ത് വെക്കാനുള്ള വെട്ടം തരും. അത് മതി. ആ തരി വെട്ടത്തിൽ പിടിച്ചു കയറാൻ നീ തയ്യാറായിക്കോ. നിന്റെ മേൽ അവൻ്റെ മഹത്വം ഉദിക്കും. കർത്താവ് നിന്നെ മഹത്തരമാക്കി മാറ്റും. സമയമെടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാമത്തെ അധ്യായം വായിക്കണം. ഈ വചനത്തിൻ്റെ എല്ലാ അഭിഷേകവും, ആ അധ്യായത്തിലെ എല്ലാ വചനത്തിൻ്റെയും 100 മേനി അഭിഷേകം നിങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇരുട്ട് മാറും, ഈ വെളിച്ചം തെളിയും. കർത്താവിൻ്റെ പ്രകാശം നിന്റെ മേൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.